ടിക്കറ്റ് വരുമാനത്തിൽ KSRTCക്ക് ചരിത്ര നേട്ടം. പ്രതിദിന ടിക്കറ്റ് വിൽപ്പനയിൽ 10.19 കോടി രൂപ എന്ന നേട്ടമാണ് കൈവരിച്ചത്. 2025 സെപ്റ്റംബർ 8-ാം തീയതിയാണ് എക്കാലത്തെയും മികച്ച പ്രതിദിന ടിക്കറ്റ് വിൽപ്പന നടന്നത്. ജീവനക്കാർക്ക് നന്ദി രേഖപ്പെടുത്തിയതായി മന്ത്രി KB ഗണേഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സാരംഗ് ചേരുന്നു. സാരംഗ്, ഈ ഓണവിപണിയിലടക്കം 20,000 കോടി രൂപ ഇറക്കി സമൃദ്ധമാക്കിയ സർക്കാരിൻ്റെ നടപടികളുടെ അനുരണനം ആയി തന്നെയാണ് ഈ കാര്യത്തെയും കാണേണ്ടത്. എന്താണ് KSRTCക്ക് വന്ന നേട്ടത്തെ സംബന്ധിച്ച് മന്ത്രി പറയുന്നത്? മറ്റു വിവരങ്ങൾ? അജിംഷാദ്, തീർച്ചയായും വലിയൊരു മുന്നേറ്റമാണ് KSRTC വീണ്ടും പ്രകടമാക്കുന്നത്. ഇത്തവണത്തെ റെക്കോർഡ് വിൽപ്പന റെക്കോർഡ് ടിക്കറ്റ് വിതരണം നടന്നിരിക്കുകയാണ്. 10 കോടിയിലധികമാണ് ഈ കഴിഞ്ഞ ഓണക്കാലത്ത്, അതായത് സെപ്റ്റംബർ 8-നാണ് അത്തരത്തിലുള്ള ഒരു വലിയ വിൽപ്പന നടന്നത്. മികച്ച വിൽപ്പനയാണ് നടന്നത്. 8-ാം തീയതി 10.10 കോടിയിലധികം രൂപയാണ് നേട്ടം കൈവരിച്ചത്. അതുപോലെ തന്നെ ഇക്കാര്യം വളരെ സന്തോഷത്തോടെ തന്നെയാണ് മന്ത്രി KB ഗണേഷ് കുമാർ തൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. അതായത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് നേടുന്നത് എന്നുള്ളൊരു പോസ്റ്റായിരുന്നു അദ്ദേഹം പങ്കുവച്ചത്. അതുപോലെ തന്നെ ജീവനക്കാരെ, KSRTCയിലുള്ള എല്ലാ ജീവനക്കാരെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. എന്തായാലും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വരുമാനം KSRTCക്ക് ലഭിക്കുന്നത്. അത് ഈ സർക്കാർ 20 കോടി രൂപ വിപണിയിലിറക്കി ഓണം സമൃദ്ധമാക്കിയതിൻ്റെ അനുരണനവും പ്രതിഫലനവുമായി കൂടി അതിനെ കാണണം, അല്ലേ സാരംഗ്? ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് ഒരു വിപ്ലവകരമായ ഒരു മുന്നേറ്റം എന്ന് പറയുകയാണെങ്കിൽ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാ ജീവനക്കാർക്കും, KSRTCയിലെ എല്ലാ ജീവനക്കാർക്കും ഇത്തരത്തിൽ ശമ്പളം കൃത്യമായിട്ട് 1-ാം തീയതിക്ക് മുന്നേ തന്നെ എത്തിച്ചു നൽകി എന്നുള്ള ഒരു വലിയ മുന്നേറ്റവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റങ്ങളാണ് KSRTCയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അജിംഷാദ്. ശരി സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.